ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. പക്ഷേ ഓരോരുത്തരും ആ വിഷയത്തെ അവരുടേതായ വീക്ഷണകോണിൽ നിന്നായിരിക്കും സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കുറച്ചുകൂടി സർഗാത്മകമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വിരാജിക്കില്ലായിരുന്നു. ഗോകുമാർ സാറിനോട് എതിർത്തേക്കാം, പക്ഷേ ഞാനത് വസ്തുതാപരമായി പറയാം. ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നു നിതീഷ് കുമാർ. നിതീഷ് കുമാറിൻ്റെ ഏക ആവശ്യമെന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു സ്പേസ് എനിക്ക് ഇന്ത്യ അലയൻസിൽ കിട്ടണം. അദ്ദേഹം ഇന്ത്യ അലയൻസിലെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഈ മുന്നണിക്ക് ഒരു കൺവീനർ സ്ഥാനം വേണം, അതുകൊണ്ട് ആ കൺവീനർ സ്ഥാനത്തേക്ക് വരാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു. എൻ്റെ നേതാവും ദീർഘകാലത്തെ ബന്ധവുമുള്ള സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവുമായി കോൺഗ്രസ് നേതൃത്വത്തെയും മറ്റുള്ളവരെയും സമീപിച്ചു. അദ്ദേഹവും പറഞ്ഞു, എന്തുകൊണ്ടും ഈ മുന്നണിയെ ഒരു കൺവീനർ എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചലനാത്മകത നിതീഷ് കുമാറിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലായി കൂടി അവതരിപ്പിച്ചു. മാസങ്ങളോളം ആ ഒരു വിഷയത്തിൻ്റെ മുകളിൽ മുന്നണി തട്ടിക്കളിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗം പറഞ്ഞു, അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു അവകാശവാദം നിതീഷ് കുമാർ ഉന്നയിക്കുമോ? അപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞു, അങ്ങനത്തെ ഒരു അവകാശവാദം എനിക്കില്ല. കോൺഗ്രസ് എന്നുള്ള പ്രബലമായ ഒരു സംഘടനയെ മുൻനിർത്തി എൻ്റെ പാർട്ടിയെ വിലയിരുത്തൽ നടത്തുമ്പോൾ ഞാൻ എത്രയോ പിന്നിലാണ്. അപ്പോൾ വേറൊരു വാദഗതി മുന്നോട്ട് വന്നു, മമതാ ബാനർജിക്ക് അതത്ര ഇഷ്ടപ്പെടില്ല, എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാർ ഇന്ത്യ അലയൻസിൽ നിന്ന് NDAയിലേക്ക് പോയി. ഇന്നും JDUവിൻ്റെ പാർട്ടി നേതാക്കൾ, സഞ്ജയ് ജായ് ഉൾപ്പെടെ അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്നത്തെ പ്രധാനപ്പെട്ട ആ നാഴികക്കല്ലുകൾ പ്രതിപാദിക്കാറുണ്ട്. ഞാനും കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാറുണ്ട്, ഒരുപക്ഷെ നരേന്ദ്രമോദി വീണ്ടും വന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട് എന്ന്. രണ്ടാമത്തെ ഒരു ഘടകം, ഇന്ത്യയിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു സെംബ്ലൻസ് ഓഫ് ന്യൂട്രാലിറ്റി, അതായത് അവർ ഇന്ത്യ അലയൻസിന് പക്ഷവും നിൽക്കേണ്ടതില്ല, NDAയോടുള്ള ആ പക്ഷപാതത്തിൽ ചെറിയൊരു അയവ് വരുത്തിയിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ലായിരുന്നു. ഞാൻ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഞാൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടായിട്ടും 272 എന്നുള്ള മാജിക് നമ്പറിൽ നിന്ന് എത്രയോ താഴെ 240 എന്നുള്ള നമ്പറിലാണ് BJP എത്തുന്നത്. നോക്കുക, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികൾ എങ്ങനെയാണ് ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ കാരണം വഴിമാറിപ്പോകുന്നത് എന്ന്. ഇന്നിപ്പോൾ 240 നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ലോകസഭയിലെ അംഗസംഖ്യ എങ്കിൽ പോലും അദ്ദേഹത്തിന് അപ്രമാദിത്വമുള്ള ഒരു ഭരണ സംവിധാനം എന്ന നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ രണ്ട് സഖ്യകക്ഷികളെ, JDUവിനെയും അതുപോലെ TDPയെയും ഡൽഹിയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ പറഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി. ഈ മാനേജ്മെൻ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പ്രീണനമാകാം, പ്രലോഭനമാകാം, ഭയപ്പെടുത്തലാകാം, പല രൂപത്തിലാണ്, എല്ലാം സമ്മിശ്രമായി ചേർത്തുള്ള ഒരു പ്രക്രിയയിലൂടെ തൻ്റെ സഖ്യകക്ഷികളെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഒരവസ്ഥ ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ട് 240 എന്നുള്ളൊരു സംഖ്യയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മഹാഭൂരിപക്ഷമുള്ള ഒരു ഭരണാധികാരിയുടെ എല്ലാ ചേരുവകളും അദ്ദേഹം തൻ്റെ
ഭരണനിർവഹണത്തിലേക്ക് ചാലിച്ചു ചേർത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എത്ര കണ്ട് സവിശേഷമാണ് ജനാധിപത്യ പ്രക്രിയയെ സക്രിയമാക്കാൻ. SIR-ൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പം ഞാൻ കേരളത്തെ രാജ്യസഭയിൽ പ്രതിദാനം ചെയ്യുന്ന ഒരംഗമാണ്. 2000 ഞാൻ ഡൽഹിയിലെ വോട്ടറായിരുന്നു. പക്ഷെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തെ സ്ഥിരവാസിയാണ്. 2002 എന്നുള്ളൊരു കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് ഞാൻ കേരളത്തിലെ ഒരു വോട്ടറാകണമെങ്കിൽ ഇപ്പോൾ ഒരു ഹിയറിങ്ങിൽ ഭാഗവാക്കാകണം. അതായത് കേരളത്തെ രാജ്യസഭയിൽ പ്രതിദാനം ചെയ്യുന്ന ഒരു MP ഞാൻ ഒരു പൗരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയിലൂടെ ഞാൻ കടന്നു പോകും. കഴിഞ്ഞ ദിവസം BLO എൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഹിയറിംഗ് നിർബന്ധമാണ്. അതല്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥ ഒരു വോട്ടറാണോ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പടമൊക്കെ ചെയ്യുന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനമെന്ന് പറയുന്നത്, വിധാനമെന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ അവിടെ ജനാധിപത്യം തന്നെ കളങ്കപ്പെട്ട് കഴിഞ്ഞു. ജനാധിപത്യം ഇല്ലാതാകുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം ആദ്യം നിലകൊള്ളേണ്ടത് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നുള്ള അടിത്തറയുടെ മേലാണ്. ആ അടിത്തറ ദ്രവിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ അടിത്തറയ്ക്ക് ക്ഷതമുണ്ടായാൽ ജനാധിപത്യം സാർത്ഥകമാകില്ല. അത് ആർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് ഗഹനമായ ഒരു ചിന്താവീതിയുടെ ഒരു പ്രസക്തി തന്നെ ഇല്ല. ഇനി പാർലമെന്റ് ജനാധിപത്യത്തിലെ മുമ്പോട്ട് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന കൂലങ്കഷമായി പരിശോധിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഈ വേദിയിലുള്ള ആൾക്കാർ. ഇവിടെയുള്ള ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകണമെങ്കിൽ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന സ്ഥാപനങ്ങൾ കൃത്യതയോടുകൂടി പ്രവർത്തിക്കണം. നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേച്ചർ. അതില്ലേ, തീർന്നു. എന്താണ് അതിൻ്റെ ലളിതമായ സ്വഭാവം? ഞാനെന്നുള്ള ജനപ്രതിനിധി ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടെയെല്ലാം പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളാണ്. ഇത്ര പേരെ എങ്ങനെ സംഘടിപ്പിച്ചു വിവീഷ്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ജോസ് കെട്ടി എന്തെങ്കിലും പിള്ളേർക്ക് വല്ല മോഹന വാഗ്ദാനങ്ങൾ നൽകിയ? ഇന്ത്യയുടെ മാർക്ക് കുറച്ച് കൂട്ടിക്കൊടുക്കാന്ന് വല്ലതും പറഞ്ഞ? എന്തായാലും ഈ ഒരു പ്രവർത്തി ദിവസം ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ചതിൽ ഞാൻ ജോസ് കുട്ടിയോടൊപ്പം വിവീഷിനെ അഭിനന്ദിക്കുകയാണ്. അത് ഇടയ്ക്ക് പറഞ്ഞു പോകണം. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേച്ചർ, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനെന്നുള്ള ജനപ്രതിനിധി ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഉത്തരവാദിത്വമുള്ള ആളാണ്. എൻ്റെ സംസ്ഥാനത്തോട് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ട എക്സിക്യൂട്ടീവിന് അത്തരമൊരു വിധേയത്വമില്ല. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പറയില്ല ഞാൻ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന്. അത് അദ്ദേഹത്തിന് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് വേണമെങ്കിൽ അദ്ദേഹം കണക്കിലെടുത്തേക്കാം. ഗവൺമെന്റ് എങ്ങനെയാണ് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നത്? പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ലുകൾക്ക് മേൽ അർത്ഥവത്തായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും അവിടെ നടക്കണം. പരിശോധന ഉണ്ടാകണം. നിയമനിർമ്മാണങ്ങൾ കേവലപരമായിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഒരു ചെറിയ ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, തലമുറകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ കൊണ്ടുവരുന്ന ഒരു നിയമനിർമ്മാണത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ ഇഴകീറി പരിശോധിച്ചില്ലെങ്കിൽ അത് വലിയ ജനവിഭാഗങ്ങളെ ഗുരുതരമായി ബാധിക്കും, ഒരു ദുരന്തമായി ഭവിക്കും. തിരക്കിട്ട് ദോശ ചുടുന്നത് പോലെ ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്നതിനെ കുറിച്ച് സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയല്ല ബില്ലുകൾ പാസ്സാക്കേണ്ടത്. മുൻകാലങ്ങളിൽ പാർലമെന്റിന്റെ തലത്തിൽ വരുന്ന ബില്ലുകളിൽ 75%
സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പോകുമായിരുന്നു. ഇപ്പം ഞാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മെമ്പറാണ്. അഥവാ ഇപ്പോൾ എമിഗ്രേഷൻ സംബന്ധിച്ചിട്ട് ഒരു ബില്ല് വരികയാണെങ്കിൽ ആ ബില്ല് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. റെഫർ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും, ഞങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിക്കും, ഞങ്ങൾ വേണമെങ്കിൽ കേരളത്തിലെ പ്രവാസി സംഘടനയുടെ ഒരു ഭാരവാഹികളെ വിളിക്കും, വിദേശത്തു നിന്ന് പ്രതിനിധികളെ വിളിക്കും, റിട്ടയേർഡ് അംബാസഡർമാരെ വിളിക്കും, എക്സ്പേർട്സിനെ വിളിക്കും. ഇതൊന്നും കൂടാതെ പത്രത്തിൽ ഇത് പരസ്യം ചെയ്യും. പൊതുജനങ്ങൾക്ക് ഈ ബില്ലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. വിസ്തൃതമായ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ആ ബില്ലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ നിന്ന് പ്രസക്തമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ബില്ലിൽ മാറ്റം വരുത്തും. ഇതാണ് പാർലമെന്ററി നിയമനിർമ്മാണത്തിൽ അവലംബിച്ചു പോന്നിരുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ആ 75% എന്ന് പറയുന്നത് 16% ബില്ലുകളാക്കി ചുരുക്കി. എന്ന് പറഞ്ഞാൽ സുപ്രധാന നിയമനിർമ്മാണങ്ങളൊക്കെ യാതൊരു പരിശോധനയുമില്ലാതെ എക്സിക്യൂട്ടീവ് ബുൾഡോസർ കടത്തിവിടുന്നത് പോലെ പാർലമെന്റിനുള്ളിലൂടെ നിയമമായിട്ട് പരിഭാഷപ്പെടുത്തുന്നു. ഞാൻ ഒരു നിയമത്തിൻ്റെ കാര്യം പറയാം, നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു നിയമം. ദേശീയ തൊഴിൽദാന പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽദാന പദ്ധതി. എന്തുകൊണ്ടാണ് ഞാൻ ആ ബില്ലിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ, ആ ബില്ല് കേവലപരമായിട്ടൊരു നിയമനിർമ്മാണം മാത്രമായിരുന്നില്ല. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് 5 സുപ്രധാനമായ ഏടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു. ഒന്ന് എന്ന് പറയുന്നത് തൊഴിൽ ഒരു അവകാശമായി രേഖപ്പെടുത്തുന്ന തൊഴിൽദാന പദ്ധതി. 2, വിദ്യാഭ്യാസം ഒരു അവകാശമായി സ്ഥാപിക്കുന്ന ഒരു ബിൽ. 3, വിവരാവകാശ നിയമം. 4, ആദിവാസികൾക്ക് ഭൂമിക്ക് അർഹതയുണ്ട് എന്ന് ലിഖിതപ്പെടുത്തുന്ന നിയമം. 5, ഒരു മനുഷ്യനും ഇന്ത്യയിൽ പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല എന്ന് കോറിയിടുന്ന ഭക്ഷ്യസുരക്ഷാ നിയമം. 5 സുപ്രധാന ഏടുകൾ. ഈ 5 സുപ്രധാന ഏടുകളും ഒരുപക്ഷെ ലോക രാജ്യങ്ങൾ ശ്രദ്ധിച്ച ചുവടുവെപ്പുകളായിരുന്നു. ദേശീയ തൊഴിൽദാന പദ്ധതി എന്ന് പറയുന്നത് കേവലപരമായ നിയമനിർമ്മാണമല്ല എന്നുള്ളത് ഈ സർക്കാരിനറിയാം. 50 കോടി ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്നറിയാം. 1 ലക്ഷം കോടി രൂപയ്ക്ക് മേൽ വകയിരുത്തലുള്ള ഒരു പദ്ധതിയാണെന്ന് ഈ സർക്കാരിനറിയാം. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലാതെ പട്ടിണിയിലേക്ക് വഴുതിപ്പോകുന്ന കോടാനുകോടി ജനങ്ങൾക്ക് ജീവിത മാർഗത്തിനൊപ്പം ആത്മാഭിമാനം കൂടി പ്രദാനം ചെയ്ത ഒരു പദ്ധതിയാണെന്ന് ഈ സർക്കാരിനറിയാം. ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തെ കരുപ്പിടിപ്പിച്ച ഒരു ആശയധാരയുടെ പ്രഭവ കേന്ദ്രമായ മഹാത്മാഗാന്ധിയുടെ സ്മരണ ഇരമ്പുന്ന ഒരു നിയമമാണെന്ന് ഈ സർക്കാരിനറിയാം. എന്നാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ ഏതാനും മണിക്കൂർ ചർച്ച കൊണ്ട് മാത്രം ആ മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതി അസ്തമിച്ചു. നോക്കുക എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് അക്കൗണ്ടുകളാകാതിരിക്കുന്നത് എന്നുള്ളത്. വിവിധ കക്ഷികളുടെ യോഗത്തിൽ ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു, ഈ ബില്ലൊരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കൂ. റാംജി, ആ ബില്ലിന്റെ പേര് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ബില്ലിന്റെ പേര് രാജഗോപാലിന് പറയാൻ പറ്റുമോ മുഴുവൻ? വികസിത ഭാരത് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ചുരുക്കപ്പേര്. BBG റാംജി അല്ലേ? BBG റാംജി. ഈ കേന്ദ്രം പാസാക്കുന്ന ഒട്ടുമിക്കവാറും ബില്ലുകൾ എന്താണ്, നിയമനിർമ്മാണങ്ങൾ എന്താണ്, അതിൻ്റെ പേര് പോലും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം വായിക്കാൻ പറ്റില്ല. കോമകുമാർ സാറേ, നമ്മൾ ഈ IPC, CRPC, എവിഡൻസ് ആക്ട് ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ മാറ്റിയിട്ട് കൊണ്ടുവന്ന കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്ന 3 നിയമങ്ങളുടെ പേരെന്ന് പറയാൻ പറ്റുമോ? ഗൂഗിൾ നോക്കിക്കൊണ്ടിരിക്കുക പിള്ളേര്. ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ ജോസ് കുട്ടി ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ജോസ് കുട്ടി പൊളിറ്റിക്കൽ സയൻസിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പറഞ്ഞേ.
പറയാൻ പ്രയാസമാണ്. CRPCക്ക് പകരം വന്ന ബില്ലിന്റെ പേരെന്താണ്? എവിഡൻസ് ആക്ടിന് പകരം വന്നെന്താണ്? അവിടെ പോയി 35% മാർക്ക് തരാം ഞാൻ, 35%. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു, എനിക്ക് ഈ നിയമങ്ങളുടെ ഒന്നും പേരറിയില്ല എന്ന്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇവർക്ക് ഇതിന്റെ പേരുകൾ അറിയണം എങ്ങനെയാണ് നോക്കുക. നൂറ്റാണ്ടുകൾ കാലം നിലനിന്നിരുന്ന ബില്ലുകളെ മാറ്റിമറിച്ച്, നിയമങ്ങളെ മാറ്റിമറിച്ച് കൊണ്ടുവരുന്ന നിയമങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രിമിനൽ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളുടെ പേര് പോലും നമുക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് വിധേയപ്പെടാതെ പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം. പക്ഷേ പാർലമെന്ററി ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഉത്ബോധനങ്ങളിലൂടെ അടിവരയിട്ടിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ ഇരുന്ന് പ്രതിപക്ഷ അംഗങ്ങളെ ശ്രവിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ഈ പശ്ചിമ ഭാഗത്തു നിന്നൊക്കെ വിദൂര കോണുകളിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഈ രാജ്യം എന്താണ്, ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ്, പ്രതീക്ഷകൾ എന്താണ്, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം സ്പീക്കറോടും രാജ്യസഭാ ചെയർമാനോടും ആണയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സർ, എൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾക്ക് നിങ്ങൾ സമയം കുറച്ചു കൊടുത്താലും പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം നൽകണം. എൻ്റെ പാർട്ടിയിലെ നേതാക്കൾ അല്ലെങ്കിൽ അംഗങ്ങൾ എന്നെ സുഖിപ്പിക്കാനുള്ള വാചകങ്ങൾ ഇവിടെ പറയുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ്, ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ മറുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പ്രതിപാദനങ്ങൾ എനിക്ക് കേൾക്കണം. മഹാനായ AKG ഒക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്കും കുത്തും കോമയും അദ്ദേഹം മനസ്സിലേക്ക് സംശയിച്ചു. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ച, അദ്ദേഹത്തിന്റെ സണ്ണിലോ സംസാരിച്ച കാര്യങ്ങൾ പോലും അദ്ദേഹം അവിടെ ഇരുന്ന് കേട്ടു. നോക്കുക എങ്ങനെയാണ് പാർലമെന്റ് ജനാധിപത്യം ഒരു ഘട്ടത്തിൽ സാർത്ഥകമായത് എന്ന്. ഒന്നാമത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയിലേക്ക് നമ്മൾ കണ്ണുപായിക്കുമ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വരാത്തൊരു പ്രധാനമന്ത്രി, പാർലമെന്റിന് വിധേയപ്പെടേണ്ടതില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ഭരണാധികാരി, തന്റെ വകുപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലും ഞാൻ പറയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി. കുട്ടി എവിടെയെങ്കിലും ഇരിക്കേ, എവിടെയെങ്കിലും ഇരിക്കേ, ഇരിക്കേ. നോക്കൂ എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായം മാറി മറിഞ്ഞത് എന്ന്. ആ കുട്ടീനെ എവിടെയെങ്കിലും ഇരുത്തന്റെ ബിബീഷ, അതായത് പ്ലീസ് ബി സീറ്റഡ്. എന്താ കാരണം വെച്ചാൽ ഒരു സംസാരിക്കുന്ന ആൾക്ക് ഇത് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. ഇരിക്കും, എവിടെയെങ്കിലും ഇരിക്കും, ഇരുന്നാ ഇപ്പുറത്തേക്ക് ഇരിക്കുന്നത്. എനിക്ക് മോഹം ഒന്ന് കാണണം, അതാണ്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ ചെലവഴിച്ച സമയത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ 0.1% പോലും ഇല്ല. പണ്ടൊക്കെ വലിയ രാഷ്ട്രീയ സംഭവവാസങ്ങൾ ഉണ്ടാകുമ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്താണെങ്കിൽ ആ രാഷ്ട്രീയ സംഭവവാസത്തെക്കുറിച്ച് മന്ത്രിമാർ വന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തും. സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇപ്പം MP ആയിരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ പാർലമെന്റ് കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 3 ഡയമെൻഷണൽ വ്യൂ ഓഫ് പാർലമെന്റ് എനിക്കുണ്ടെന്ന്. ഞാൻ വലിയ വലിയ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു ഡയമെൻഷനേ ഉള്ളൂ, എനിക്ക് 3 ഡയമെൻഷൻ ഉണ്ട്. ഞാനൊരു സാധാരണ രാഷ്ട്രീയ മീമാംസക വിദ്യാർത്ഥിയായിട്ട് ഇന്ത്യൻ പാർലമെന്റിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനായി പാർലമെന്റിന്റെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ കീഴ്പോട്ട് നോക്കിയിട്ടുണ്ട്. ഒരു MP എന്ന നിലയിൽ
അതിൻ്റെ തടത്തിൽ നിന്നുകൊണ്ട് ഞാൻ പാർലമെന്റിനെ നോക്കിക്കാണും. സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മന്ത്രിമാർ വരും. രാജ്യസഭയിലാണെങ്കിൽ സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ഇന്ന് അങ്ങനെ ഒരു സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റേ ഇല്ല. ഒരു മന്ത്രിയും ഒരു സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് നടത്താൻ തയ്യാറല്ല. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും സാധ്യമല്ല. 28 സംസ്ഥാനങ്ങളുടെ ഒരു സംസ്ഥാനമായ മണിപ്പൂർ വർഷങ്ങളോളം കത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ഇന്ത്യൻ പാർലമെന്റിൽ നടത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ തിരസ്കരിക്കാൻ കഴിയുമോ എന്നുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം കഴിഞ്ഞ ദിവസം അനീഷ് എനിക്ക് എടുത്തു തന്നതാണ്. ഇന്ത്യക്ക് ഒരു പുതിയ പാർലമെന്റ് വേണമെന്ന് കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. 10,000 കോടിയോ അപ്രോക്സിമേറ്റ്ലി ഒരു അലോക്കേഷനോ, അതിന് എത്ര ഒരു അലോക്കേഷൻ അല്ല, മൊത്തം സെൻട്രൽ വിസ്റ്റയ്ക്ക് വേണ്ടി വെച്ചു. അപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും അത് എത്രയായിരിക്കണമെന്ന് സർക്കാർ വകയിരുത്തിട്ടുണ്ടാവും. ആദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി അപ്രോക്സിമേറ്റ്ലി വന്നില്ലേ? വന്നു. ഇതാണ് എസ്റ്റിമേറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എൻ്റെ നികുതിപ്പണമാണ്, അക്കൗണ്ടബിലിറ്റി വേണം. പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി എത്ര പണം മുടക്കി യഥാർത്ഥത്തിൽ? എന്താണെന്നറിയോ മറുപടി? ഗോകുമാർ സാറ്, സീക്രട്ടാണിത്, ഇത് രഹസ്യമാണ്, രാജ്യത്തിന്റെ രഹസ്യമാണിത്. എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? എണ്ണമറ്റ ചോദ്യങ്ങൾ. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട എത്ര പേർ? ഉത്തരവില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര അപകടങ്ങൾ നമുക്ക് സംഭവിച്ചു? ഉത്തരമില്ല. എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? ഉത്തരവില്ല. റാഫേൽ വിമാനത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് 2000 കോടി രൂപയ്ക്ക് മേലാണ്. 2 റാഫേൽ വിദേശത്ത് പോയിട്ട് നമ്മുടെ ആൾക്കാർ പറയും ഞങ്ങൾക്ക് 2 റാഫേൽ നഷ്ടപ്പെട്ടു എന്ന്. മൈ ഫ്രണ്ട് ട്രംപ് 6 വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നേർ പ്രതീകമായി പ്രവർത്തിക്കേണ്ട നമ്മുടെ ജനാധിപത്യത്തിന്റെ സാങ്ക്ടം സാൻട്രം ശ്രീകോവിൽ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിന് ആ വിവരങ്ങളൊന്നും ലഭിക്കേണ്ടതില്ല. എവിടേക്കാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്ററി സംവിധാനം പോകുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മുടെ അടുത്ത സമസ്യ എന്ന് പറയുന്നത് 3ാമത്തെ പില്ലർ. ഈ ജോസ് കുട്ടിയൊക്കെ പിള്ള ആൾക്കാരെ പഠിപ്പിക്കുമ്പം 4 നെടുന്തൂണുകൾ, 1ാം നെടുന്തൂണ് എക്സിക്യൂട്ടീവ്, അങ്ങനെയല്ലേ ജോസ് കുട്ടി പഠിപ്പിക്കുന്നത്. 2ാമത്തെ നെടുന്തൂണ് പാർലമെന്റ്, 3ാമത്തെ നെടുന്തൂൺ ജുഡീഷ്യറി. നാലിലേക്ക് ഞാൻ വരാം. അത് ഒരു 5-6 മിനിറ്റും കൂടി എനിക്കുണ്ട് ബിവേഷ് അനുവദിച്ചത്. 3ാമത്തെ നെടുന്തൂൺ ജുഡീഷ്യറിയുടെ സ്ഥിതി എന്താണ്? ദൈവം കക്ഷിയായ കേസിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ഡയറ്റി അവിടെ കേസിൽ ഭാഗവാക്കാണ്. ആ ഡയറ്റിയോട് ഞാൻ സംസാരിച്ചു. അങ്ങനെയാണ് വിധി പറയുന്നത്. എന്താ പേര്? ജോസ് ജോൺ. എന്താ ചെയ്യണേ? ബിബീഷിന്റെ ഫാദറിലെയാണോ? അതിൻ്റെ ഒന്നും ഒരു അഹങ്കാരം ഇല്ലല്ലോ. ജോസേട്ടൻ്റെ വീട്ടിലൊരു മോഷ്ടാവ് വന്നു. സങ്കല്പിക്കുക, വരാൻ പാടില്ല കേട്ടോ. അതെ, ഇനി എന്തെങ്കിലും മോഷ്ടാവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ നാവ് കരുനാവാണെന്ന് ഇവിടെയുള്ള ആൾക്കാർ പരിശോധിക്കും. ആ മോഷ്ടാവ് കുറേ സാധനങ്ങൾ മോഷ്ടിച്ചു. കോടതിയിൽ കേസായി. കോടതി പറയുന്നു ജോസേട്ടൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ ഈ മോഷ്ടാവ് എടുത്തുകൊണ്ട് പോയത് ക്രിമിനൽ കുറ്റമാണ്. ജോസേട്ടന് സന്തോഷം. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം വിധി പ്രസ്താവിക്കുന്നു. പക്ഷേ ഇത് മോഷ്ടാവ് കയ്യിൽ വെച്ചോട്ടെ എന്ന് പറഞ്ഞ എന്തായിരിക്കും ജോസേട്ടൻ്റെ പ്രതികരണം? ഈ ശാരീരിക ബലമൊക്കെ മോഷ്ടാവിൻ്റെ മുകളിലോ ജഡ്ജിയുടെ മുകളിലോ പ്രയോഗിക്കുമോ? ബാബറി മസ്ജിദ് പൊളിച്ചത് എഗ്രേജിയസ് ക്രൈമാണ്.
ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. എല്ലാ നിയമസംഹിതകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. പക്ഷേ നിങ്ങൾ അതിനെ എടുത്തോളൂ. നോക്കൂ എങ്ങനെയാണ് നമ്മുടെ നിയമനിർമ്മാണങ്ങളുടെ ഗതി. ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു ആർട്ടിക്കിൾ 3 ഉപയോഗിച്ച് ഒരു സംസ്ഥാനം നമുക്ക് വേണ്ടെന്നേ, ആ സംസ്ഥാനത്തെ ഞങ്ങൾ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക. ജമ്മു കാശ്മീർ ഒരു സുപ്രഭാതത്തിൽ സംസ്ഥാന പദവി നഷ്ടപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശമായി. സുപ്രീം കോടതിയിലേക്ക് പോയി. നമ്മളൊക്കെ വിചാരിച്ചു എന്താ കാരണം? ഇന്ത്യ എന്നുള്ള മഹത്തായ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാന്ധവം എന്ന് പറയുന്നത് അതിന്റെ ഫെഡറലിസമാണ്. നാളെ ഇപ്പൊ BJPക്ക് കേരളം പിടിക്കാൻ പറ്റുന്നില്ല. BJP പറയാണ് കേരളം ഒരു യൂണിയൻ ടെറിട്ടറിയായി മാറണം. പാർലമെന്റിലെ ഭൂരിപക്ഷം വെച്ചിട്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് ഇതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുക. നോക്ക്, ചെക്ക് ആൻഡ് ബാലൻസ് എന്നുള്ള ഒരു സംവിധാനം നമ്മുടെ സംവിധാനത്തിലുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഈ മൂന്നാമത്തെ നെടുന്തൂണും നമ്മുടെ വിദൂര പ്രതീക്ഷകൾക്ക് പോലും മങ്ങലേൽപ്പിക്കുന്ന തലത്തിലേക്ക് മാറി എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. നാലാമത്തെ നെടുന്തൂണ് ആർക്കാണെന്ന് അറിയേണ്ടതാണ്. ആ നെടുന്തൂണിനെ കുറിച്ച് ഫോർത്ത് എസ്റ്റേറ്റ്. ഇവര് കുറേ മാധ്യമ വിശാരദന്മാർ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം അല്ലേ രാജപോലെ? മണ്ണാങ്കട്ട അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് രാജഭവനോടൊരു ആദരവ് എന്താ അറിയോ? തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് തനിക്ക് അറിയാമായിട്ടും അചഞ്ചലമായി ആ എഡിറ്റർ എന്നുള്ള പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. രാജഗോപാലൻ എനിക്ക് ഇന്നേ വരെ ഒരു ചായ പോലും മേടിച്ചു തന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് പറയാൻ ഒരു വിഷമവുമില്ല. അന്ന് ലോകം ഉറ്റുനോക്കിയിരുന്നൊരു പത്രമാണ് കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ടെലിഗ്രാഫ്. ഇന്നൊരു പൂച്ചക്കുഞ്ഞു പോലും ആ പത്രം നോക്കുന്നില്ല. അത് പറഞ്ഞു രാജഗോപാല മറ്റേ സഹപ്രവർത്തകർ, എനിക്കൊരു വിഷമമില്ല. ഞാൻ ആ പത്രം നോക്കുന്നില്ല. ആ പത്രത്തിന്റെ ലേ ഔട്ട്, ആ പത്രത്തിന്റെ തലവാചകങ്ങൾ എങ്ങനെ ആയിരിക്കണം ഒരു എക്സിക്യൂട്ടീവിന്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പിക്കാൻ വേണ്ടി നാലാമത്തെ നെടുന്തൂണ് പ്രവർത്തിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ മീമാംസ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗവേഷണത്തിന് വിഷയമാക്കേണ്ട ഒരു വിഷയം രാജഗോപാലിന്റെ എഡിറ്റർഷിപ്പിൽ ടെലിഗ്രാഫ് എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കത്തെ എഴുതി ചേർത്തത് എന്നുള്ളതാണ്. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ദാസ്യവേലയിലേക്ക് പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദാസ്യവേലയിലേക്ക് 1980കളുടെ അന്ത്യത്തിൽ ഡൽഹിയിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് 4/3 ഭൂരിപക്ഷത്തിനാണ് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചിരുന്നത്, അടക്കി ഭരിച്ചിരുന്നു എന്നൊരു ധാരണ. പക്ഷെ അന്നും അത്രയും മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവവും തൻ്റെ ഇടവും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കുണ്ടായി. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും പല പത്രങ്ങളും മുട്ടിലിഴഞ്ഞെങ്കിൽ പോലും ഇന്ത്യയിലെ എത്രയോ പത്രങ്ങൾ നട്ടലിൽ എഴുന്നേറ്റുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ പ്രധാനപ്പെട്ട ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയോ ഒരു വാചകം വരുമോ? അത്ര അധികാരമില്ലാത്ത ചില മന്ത്രിമാരെ മാത്രം വേണമെങ്കിൽ ഒരു ഞങ്ങളും ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ചിലർ വേണമെങ്കിൽ ഒന്ന് ടാർഗറ്റ്. കേരളത്തിലെ ഏതെങ്കിലും പത്രങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിമർശിച്ചുകൊണ്ട് ഒരു ശകലം വരുമോ? ഗോകുമാരസാരെ വരുമോ? സത്യം പറ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പരിശോധിച്ച് നോക്ക്.
ഈ രൂപത്തിലേക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ കൂപ്പുകുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജഗോപാലിന് എൻ്റെയൊക്കെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ റൂബൻ ബാനർജി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഔട്ട്ലുക്ക് എന്നുള്ള ഒരു വാരിക ഉണ്ട്. ഔട്ട്ലുക്കിൻ്റെ പത്രാധിപരായിരുന്നു റൂബൻ ബാനർജി. കോവിഡിൻ്റെ 2ാം തരംഗ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പെട്ടെന്ന് മരിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി പഴയ തുഗ്ലക്കിനെ പോലെ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യ ലോക്കൗട്ട് ചെയ്തു. എന്നുവെച്ചാൽ അടച്ചുപൂട്ടി. നിങ്ങളുടെ വീട്ടിൽ ഉള്ളിയുണ്ടോ, പഞ്ചസാരയുണ്ടോ, ഉപ്പുണ്ടോ എന്ന് നോക്കാതെ അദ്ദേഹം പറഞ്ഞു എല്ലാം അടയ്ക്കണം. ബസ് പോകാൻ പാടില്ല, തീവണ്ടി പോകാൻ പാടില്ല, കടക്കം പോൾ അടയ്ക്കണം, നിർബന്ധമായി അടയ്ക്കണം. കംപ്ലീറ്റ് ലോക്കൗട്ട്. കോടാനുകോടി വരുന്ന അതിഥി തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, കേരളത്തിൽ മാത്രം നമ്മൾ സാമൂഹ്യ അടുക്കളയൊക്കെ തുറന്ന് അവരെ ജീവിപ്പിച്ച് നിർത്തി. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങളുടെ ഉറ്റവരൊക്കെ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നുള്ള വിവരം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം, ഇവിടെ തൊഴിലില്ല. ഇവിടെ നമ്മൾ അവർക്ക് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് പലരെ യാത്രയാക്കി സ്പെഷ്യൽ വണ്ടികളിൽ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പെരുവഴിയിലേക്ക് ഇറങ്ങി തങ്ങളുടെ കാൽപാദങ്ങൾ വച്ച് 1000-2000 കിലോമീറ്റർ ലക്ഷ്യമാക്കി പലായനം ചെയ്തു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കുറച്ചാൾക്കാർ ഔറംഗാബാദിൽ ഒരു കാട്ടിൽപ്പെട്ടപ്പോൾ ഒരു വെളിമ്പ്രദേശം കണ്ടത് റെയിൽവേ ട്രാക്കാണ്. തളർന്ന അവർ ആ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ഒന്ന് കണ്ണടച്ചു. അവർ വിചാരിച്ചു തീവണ്ടി ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ഗുഡ്സ് ട്രെയിൻ അവരുടെ ശരീരത്തോടെ കടന്നുപോയി. 17-18 പേര് കൊല്ലപ്പെട്ടു. ഡൽഹിയുടെ ISBTയിൽ ഇന്റർസ്റ്റേറ്റ് ബസ് ഡിപ്പോയിൽ ടെർമിനലിൽ 10,000-കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ കൂട്ടം കൂടി നിന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇവരൊക്കെ രോഗബാധ പടർത്തുന്നവരാണ്, അവരെ DDT സ്പ്രേ ചെയ്തു അവരുടെ മുകളിലേക്ക്. DDT മൃഗങ്ങളെ പോലും അല്ലെങ്കിൽ സസ്യങ്ങളെ പോലും DDT കൊണ്ട് കൈകാര്യം ചെയ്യരുതെന്നുള്ള നിയമമുള്ള രാജ്യത്ത് 100 ആൾക്കാർ പടഞ്ഞു വീണ് മരിച്ചു. വിണ്ടുകീറിയ പാദങ്ങളുമായി പോകുന്ന ഇവരുടെ രംഗങ്ങൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. പുണ്യനദിയായ ഗംഗയിൽ 100 മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നു. ഒഴുകി. ഒറ്റ ടെലിവിഷൻ പോലും ആ ദൃശ്യം കൊടുത്തില്ല. ഒരു പത്രം പോലും കൊടുത്തില്ല. ഒരു പത്രം മണ്ടത്തരത്തിന്, ദൈനിക് ഭാസ്കർ അല്ലേ, മണ്ടത്തരത്ത്, അങ്ങനെ മണ്ടന്മാരായ പല ആൾക്കാരും നമ്മുടെ പത്രക്കാരുടെ കൂടെ ഉണ്ട്. ഒരു ചിത്രം എടുത്തു കൊടുത്തു ഗംഗയിൽ ഒഴുകി നടക്കുന്ന. മണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇൻവേർട്ടർ കോമയിലാണ്. ഞാനത് പറയുമ്പോൾ ആ ഇൻവേർട്ടർ കോമ ഇടുമ്പോൾ അവിടെ ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധീരതയാണ് ഞാൻ യഥാർത്ഥത്തിൽ അണ്ടർസ്കോർ ചെയ്യുന്നത്. തൊട്ടുപിറ്റേന്ന് CBI ഉൾപ്പെടെ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആ പത്രത്തെ റെയ്ഡ് ചെയ്തു. റൂബൻ ബാനർജി തൻ്റെ ഔട്ട്ലുക്കിൻ്റെ കവറിൽ ഒരു കാര്യം ആലേഖനം ചെയ്തു. മിസ്സിംഗ് കാണാനില്ല ഇന്ത്യ ഗവൺമെന്റ്. ഏതാനും ആഴ്ചക്കുള്ളിൽ റൂബൻ ബാനർജിയെ എടുത്തെറിഞ്ഞു. പണിയില്ല, അയാൾക്ക് ജോലി കൊടുക്കില്ല, എവിടെയെങ്കിലും എഴുതും തേരാപ്പാര. എങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമ പ്രവർത്തനം ഈ ഒരു 75 വർഷം കൊണ്ട് എക്സിക്യൂട്ടീവിന്റെ ദാസ്യവേലയിലേക്ക് പരിണമിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഏതാനും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിൻ്റെ എല്ലാ ഇടയിൽ എന്താണ് പ്രതീക്ഷകൾ എന്നുള്ള ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകയാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആത്മവീര്യം നഷ്ടപ്പെടാത്ത, ദൃഢനിശ്ചയം കളഞ്ഞു കുളിക്കാത്ത, ദിശാബോധം കൈമോശം വരാത്ത ഒരു ജനത ഇന്നും ഇന്ത്യയിലുണ്ട്. ആ ജനത എന്നുള്ളതാണ്
യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവ് എന്നുള്ളത്. ഈ അമിതാധികാരത്തിൻ്റെ ഈ രഥമുരുളലിനെ എവിടെയെങ്കിലും വെച്ച് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശേഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആർജവമുള്ള ജനതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യാശയിൽ ലോകസഭാ തിരഞ്ഞെടുപ്പും ഇന്ത്യൻ രാഷ്ട്രീയവും ജനവധി 2024 എന്നുള്ള പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് സംശയമല്ല, എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ ഉന്നയിക്കാനുണ്ടെങ്കിൽ ഒരു പാർലമെന്റ് മന്ദിരം പണ്ടെന്നാണ് പത്രത്തിൽ വന്ന വാർത്ത. പിന്നീട് പട്ടേൽ പ്രതിമ 3000 കോടിയാണ് പറഞ്ഞത്. 11,000 കോടി വെച്ചില്ല, ബാക്കി പൈസ എന്തിനും. ഓക്കെ, രണ്ടാമത് ഒന്നിച്ച് ഉത്തരം പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ അതികഠിനമായി വിമർശിക്കാറുണ്ട്. അപ്പം ഒരു പേടിയില്ലേ? പേടിയില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ വിമർശിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അല്ല, ഞാൻ ബിബീഷിന് തുടങ്ങാം. യഥാർത്ഥത്തിൽ ബിബീഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ തളം കെട്ടിക്കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറയുന്നത് ഭയമാണ്. അതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന പല രാഷ്ട്രീയ മഹത് വ്യക്തികളും അവരൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയൊന്നും സംസാരിക്കാതെ സംസ്കൃതം മാത്രം ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ, സംസ്കൃതം മാത്രം സംസാരിക്കുകയും അവരുടെയൊക്കെ ശൗര്യമൊക്കെ എവിടെയോ കളഞ്ഞു പോവുകയും ചെയ്തത് നമ്മളെ അത്ഭുതപ്പെടുത്താറ്. ഞാൻ തന്നെ 1-2 പ്രസംഗമൊക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ് പക്ഷത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട പല ആൾക്കാർ എന്നെ വിളിച്ചിട്ട്, ബ്രിട്ടാസ് നിങ്ങൾ ചെറുപ്പമാണ്, ഇങ്ങനെയൊന്നും ശക്തമായി സംസാരിക്കരുത്, അവർ അപകടകാരികളാണ്. പക്ഷെ നമ്മൾ ഈ ബുദ്ധിയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഇത് വളരെ പ്രസക്തമായൊരു കാര്യം. പക്ഷേ ഞാനെപ്പോഴും മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയ ചെറിയ ശബ്ദങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് രാജകുമാർ. ഇപ്പം രാജകുമാർ എന്നുള്ള മാധ്യമപ്രവർത്തകനെ കേരളത്തിലെ ഗ്രാമത്തിലുള്ള ഒരാൾ പോലും തിരിച്ചറിയുന്നു, ഉറ്റുനോക്കുന്നു എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ടെലിഗ്രാഫിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കേരളത്തിലില്ല. പക്ഷേ ഒരുപക്ഷെ കൽക്കട്ടയിലുള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ ടെലിഗ്രാഫിന് കേരളത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ പലപ്പോഴും ഈ ആന്ധ്രയിലും UP-യിലോ അല്ലെങ്കിൽ ബീഹാറിലോ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില ആൾക്കാർ നിങ്ങൾ ആ പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു, അത് ഗംഭീരമായി എന്ന് പറയാറുണ്ട്. ചില കന്യാസ്ത്രീ മഠങ്ങളിലെ ചില ആൾക്കാർ പോലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവരൊക്കെ നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ശബ്ദങ്ങൾ നിലനിൽക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ഈ നാസി ജർമ്മനിയിലൊക്കെ ശബ്ദങ്ങൾ നിലച്ചതാണ് ഹിറ്റ്ലർക്ക് ഒരു തേർവാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിയെന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ മാധ്യമങ്ങളും അക്കാഡമിക് രംഗത്തുള്ള ആൾക്കാരും വിദ്യാർത്ഥികളും ആ 3 വിഭാഗം പിൻവലിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ആധിപത്യം സ്ഥാപിച്ചതെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മഹാനായിട്ടുള്ള ഐൻസ്റ്റീനാണ് പറഞ്ഞത്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാളാണ്. അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ ഗ്യാസ് ചേംബറിൽ പോയേനെ. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഒരുപക്ഷെ ഈ രൗദ്രതയ്ക്ക് പ്രതിരോധമായി പ്രവർത്തിക്കുന്നത് ചെറിയ ചെറിയ ശബ്ദങ്ങളാണ്. ആ ചെറിയ ചെറിയ ശബ്ദങ്ങളെ നമ്മൾ ഇല്ലാതാക്കരുതെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ജോസ് കുട്ടിയുടെ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് മുൻകാലങ്ങളിൽ കുറേയും കൂടി ഡീസെൻട്രലൈസ്ഡ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ക്യാബിനറ്റിലെ പല മന്ത്രിമാരും ഒരുപക്ഷെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തിരുന്നു മുൻകാലങ്ങളിൽ.
അതല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഒരു തീരുമാനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഈ മഹാത്മാഗാന്ധി തൊഴിലാന പദ്ധതി അസ്തമിക്കാൻ പോകുന്നു എന്നുള്ളത് ആ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്ത പലർക്ക് പോലും മനസ്സിലായിരുന്നില്ല. അതാണ് ശരി. ക്യാബിനറ്റ് യോഗത്തിലേക്ക് പോയ നിയമത്തിൻ്റെ പേര്, ബില്ലിൻ്റെ പേര് പൂജനീയ ബാപ്പുജി എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് യോഗത്തിലേക്ക് പോയൊരു ബില്ല് പിന്നീട് അതിൽ വലിയ മാറ്റമൊന്നും വരില്ല. വലിയ മാറ്റമല്ല, ഒരു മാറ്റവും സാധാരണ ഇതിൽ വരില്ല. പൂജനീയ ബാപ്പുജി എങ്ങനെ ജി റാംജി ആയതെന്നുള്ളത് പല മന്ത്രിമാർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കുറേം കൂടി വിസ്തൃതമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്രോസസ്സ് ഇന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കിട്ടുന്ന പരിമിതമായ ഇടങ്ങളിൽ നമ്മളത് പറയാറുണ്ട്. ഇപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലോ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മിറ്റികളിലോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ അനൗപചാരിക സംഭാഷണങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമ്പർ 1 നമ്പർ 2 മാത്രം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് പല തീരുമാനങ്ങളും ഇന്ത്യയിൽ വരുന്നത്. സഹപ്രവർത്തകർക്ക് പോലും അറിയില്ല. ഇപ്പോൾ പാർലമെൻറ്റ് എന്ന് ചേരും, എന്ന് അവസാനിക്കുമെന്ന് പോലും അറിയില്ല. ഏത് വിഷയം പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുക്കുമെന്ന് പാർലമെൻ്ററിക്കാരിക്ക് മന്ത്രിക്ക് തന്നെ അറിയില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന നിർദ്ദേശത്തെക്കുറിച്ചാണ് അദ്ദേഹം വ്യാകുലപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഷ്രിങ്ക് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ചോദ്യം, നിങ്ങൾ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഐക്യം നിലനിൽക്കണമെങ്കിൽ അതിൽ 3 ഇൻഗ്രീഡിയൻസ് വേണം. 1 ഫെഡറലിസം, 2 ഡെമോക്രസി, 3 സെക്യുലറിസം. മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യവും ഇല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യമില്ല. ഈ 3നും എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ കേരളത്തെ ഞാൻ കാണുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്താ കാരണം? ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4 തരത്തിലുള്ള അട്ടിമറികളുടെ നടക്കുകയാണ്. 1 രാഷ്ട്രീയ അട്ടിമറി. എന്താണ് രാഷ്ട്രീയ അട്ടിമറി? പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ, ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ആ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നൊരവസ്ഥ ഇല്ലാതാക്കുക എന്നുള്ളൊരു സാഹചര്യം. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഒരു പാർട്ടി പുറത്തേക്കൊണ്ട് പോകുന്നത്, ഗോവയിൽ എങ്ങനെയാണ്, വടക്കുകിഴക്കൻ മേഖലയിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു. ഇനി അഥവാ തങ്ങളുടെ ഇംഗിതത്തിന് ആ ജനപ്രതികൾ വഴങ്ങുന്നില്ലെങ്കിൽ ആ സർക്കാരിനെ പൊളിറ്റിക്കലി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അപകീർത്തിപ്പെടുത്തുക. അതിന് കേന്ദ്ര ഏജൻസികളെ. രണ്ടാമത്, ഗവർണർ എന്നുള്ളൊരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റപ്ഷൻ സാധ്യമാക്കുക. നമ്മുടെ ചോരയും വേർപ്പും കൊടുത്ത് നമ്മളുണ്ടാക്കിയ നമ്മുടെ സർവകലാശാലകളെ നയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഗവർണറെ ഉപയോഗിച്ച് ഡിസ്റപ്റ്റ് ചെയ്യുക. 3 ലെജിസ്ലേറ്റീവ് ഡിസ്റപ്ഷൻ. ഒരു മാൻഡേറ്റ് കിട്ടിയ ഗവൺമെൻറ് തങ്ങളുടെ ഭൂരിപക്ഷമുള്ള നിയമസഭയിൽ കൊണ്ടുവരുന്ന നിയമം പോലും യാഥാർത്ഥ്യമാക്കാൻ പറ്റും. 4മത്തത് ഫിസ്ക്കൽ ഡിസ്റപ്ഷൻ. നിങ്ങൾക്ക് കിട്ടേണ്ട സാമ്പത്തിക വിഹിതം തരാതിരിക്കുക, തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുക. ഈ 4 തരത്തിലുള്ള ഡിസ്റപ്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയുടെ തരത്തിലേക്ക് മാറിയിരിക്കുക. ഇപ്പം ഡൽഹിയൊക്കെ പോലുള്ള ഒരു സ്റ്റേറ്റ് പോലെ നിയമസഭയുള്ള എന്നാൽ യഥാർത്ഥ അധികാരം ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലുള്ള ഒരു യൂണിയൻ ടെറിട്ടറിയുടെ തലത്തിലേക്ക് ഒരു സ്റ്റേറ്റ് കൂപ്പുകുത്തി എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും അതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഈ ഒരു സംഭവങ്ങളുണ്ട്. വേറൊരു ചോദ്യം ഇവിടെ കഴിഞ്ഞില്ലേ? 20,000 എൻ്റെ സ്നേഹിതനാ അദ്ദേഹം. കോടികളുടെ കണക്കെന്ന് പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ ചെലവിട്ട പൈസയെക്കുറിച്ചല്ല. ജനാധിപത്യത്തിൽ വേണ്ടത് സുതാര്യതയാണ്. ഇപ്പം ഇലക്ട്രൽ ബോണ്ട് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തിയത്? സുതാര്യതയില്ല, ട്രാൻസ്പെറൻസി ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നതൊന്നും തടസ്സമുള്ള കാര്യമല്ല. ആര് കൊടുത്തു, എന്ത് കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് സാധാരണ ജനത്തിന് പരിശോധിക്കാൻ കഴിയുന്ന ഒരിടം സാധ്യമാകണം. അപ്പോഴാണ് ക്വിഡ് പ്രോ ക്വോ ഉണ്ടോ. ഇപ്പം എന്താ സംഭവിച്ചത്?
നമ്മുടെ ടാറ്റയ്ക്ക് 2 സെമി കണ്ടക്ടർ പദ്ധതിക്കുള്ള അനുമതി കൊടുത്തു. 40,000 കോടി രൂപയുടെ സബ്സിഡി കൊടുത്തു. 857 കോടിയോ 858 കോടി രൂപയുടെ സംഭാവനയും BJP കൊടുത്തു. ക്വിഡ് പ്രോക്കോ. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്കാൻഡൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രൽ ബോണ്ടാണ്. ഏറ്റവും വലിയ സ്കാൻഡൽ. 200 കോടി രൂപ സംഭാവന ചെയ്ത കമ്പനിക്ക് 10,000 കോടിയുടെ ഡീല്. നമ്മളെ കൊണ്ട് വാക്സിൻ മേടിപ്പിച്ച് അവിടെ നിന്ന് 100 കോടി മേടിക്കുക. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് യഥാർത്ഥ ഇലക്ട്രൽ ബോണ്ടാണ്. സുപ്രീം കോടതി ഒരു പരിധിക്കപ്പുറത്തേക്ക് മുൻപോട്ട് പോകാൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ക്വിഡ് പ്രോക്കയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം സ്വമേധയാ പ്രഖ്യാപിക്കണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണിത്. പക്ഷേ സുതാര്യതയിലാണ് ഞാൻ കുറച്ചും കൂടി ഊന്നുന്നത്. കഴിഞ്ഞില്ലേ? താങ്ക് യു വെരി മച്ച്.